നമ്മുടെ സഭയിൽ നവംബർ മാസം ഈ ഞായറാഴ്ച മുതൽ പള്ളി കൂദാശ കാലമാണ്. പള്ളി കൂദാശ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 7 കൂദാശയുണ്ടല്ലോ. ആ 7 കൂദാശയുടെയും കൂദാശയാണ് പള്ളി. ആ 7 കൂദാശയും വാലിഡ് ആവുന്നത് അത് പള്ളി ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് പള്ളി തന്നെ ഒരു കൂദാശയാണ്. കൂദാശ എന്ന് പറഞ്ഞാൽ അദൃശ്യമായ ദൈവവരപ്രസാദത്തെ നമുക്ക് നൽകുന്ന ദൃശ്യമായ അടയാളം. അതാ കൂദാശ. അദൃശ്യമായ ദൈവവരപ്രസാദം നമുക്ക് നൽകാൻ ഈശോ ഭൂമിയിൽ സ്ഥാപിച്ച ഒരു സംവിധാനമാണ് പള്ളി, സഭ, തിരുസഭ. പലരും പറയും കർത്താവ് സഭകളൊന്നും സ്ഥാപിച്ചതൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ കർത്താവ് ഒരു സഭ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരെണ്ണം മാത്രം. അതാണ് ബൈബിളിൽ പറഞ്ഞത്. ഞാൻ എൻ്റെ സഭ, എൻ്റെ പള്ളി ഞാൻ പണി. പത്രോസേ, നീ പാറയാണ്. പീറ്റർ, യു ആർ ദ റോക്ക്, അപ്പോൺ ദിസ് റോക്ക് ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. എൻ്റെ സഭ ഞാൻ പണി. കർത്താവ് പണിത സഭ ഒരു സഭയേ ഉള്ളൂ. പക്ഷെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കുട്ടികളെ എന്നോട് ചോദിച്ച് ഞാൻ അന്ന് പറഞ്ഞ ഉത്തരം ഞാൻ വീണ്ടും ആവർത്തിക്കും. ഇപ്പോൾ ചിലർ ചോദിച്ചു, പല സഭകളുണ്ട്, കത്തോലിക്കാ സഭയുണ്ട്, യാക്കോബയുണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, പ്രൊട്ടസ്റ്റന്റ് ഉണ്ട്, പെന്തക്കോസ്ത് ഉണ്ട്, മാർത്തോമയുണ്ട്. ഏതെങ്കിലും ഒരു സഭയിൽ അങ്ങായ പോരെ? ഏതെങ്കിലും ഒരു സഭക്കാരനെ കെട്ടി ജീവിച്ചുകൂടെ? നമ്മൾ തമ്മിൽ സൗഹാർദ്ദമുണ്ട്, എല്ലാ സഭകളും തമ്മിൽ ഐക്യമുണ്ട്, എക്യുമെനിസമുണ്ട്. എല്ലാത്തിനെയും ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ ബൈബിൾ ഇന്ന് നമ്മോട് പറയുന്ന സത്യം, ഞാൻ എൻ്റെ പള്ളി പണിയും. ഏതാണ് ആ പള്ളി? കർത്താവ് സ്ഥാപിച്ച സഭ ഒരു സഭയേ ഉള്ളൂ. കാലാകാലങ്ങളിൽ ഡിവിഷനുകൾ ഉണ്ടായി, പല പള്ളികളും പിരിഞ്ഞു, പലരും സഭകളായിട്ട് പിരിഞ്ഞു. എനിക്കും വേണമെങ്കിൽ ഒരു സഭ ഉണ്ടാക്കാം. നാളെ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ചിലർക്ക് രോഗശാന്തി കിട്ടുന്നു, സുവിശേഷം നന്നായിട്ട് പറയും, ഞാൻ ആളുകളെ വിളിച്ചു കൂട്ടുന്നൊരു വീട് വെക്കുന്നു, ഒരു പള്ളി പോലെ പണിയുന്നു, ഞാൻ സഭ ഉണ്ടാക്കുന്നു. എനിക്കും വേണമെങ്കിൽ സഭ ഉണ്ടാക്കാം. പക്ഷെ അത് ക്രിസ്തുവിന്റെ സഭയായിരിക്കുകയില്ല. ക്രിസ്തു സ്ഥാപിച്ച ഒരു സഭയേ ഉള്ളൂ. എന്താണ് ആ സഭ? നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം, പത്രോസ് എന്ന പാറമേൽ ക്രിസ്തു ഒരു സഭ സ്ഥാപിച്ചു. പിന്നീട് സഭയിൽ പിളർപ്പുകൾ ഉണ്ടായി. നമ്മുടെ ഇടയിൽ ഇപ്പോൾ യാക്കോബായ സഭയുണ്ട്. ഓർത്തഡോക്സ് സഭ, യാക്കോബായ സഭ എന്ന് പിളർന്നു പോയ ഓർത്തഡോക്സുകാരുണ്ട്. അതിൽ നിന്നും പിളർന്ന മാർത്തോമയുണ്ട്. പിന്നെയും പിളർന്ന് വേറെ ഗ്രൂപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പ്രൊട്ടസ്റ്റന്റുകാരുണ്ട്, ആംഗ്ലിക്കനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ക്രിസ്തു ഏത് സഭയാണ് സ്ഥാപിച്ചത്? നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 400 വർഷങ്ങൾക്ക് മുമ്പ് യാക്കോബായ സഭ, ഓർത്തഡോക്സ് എന്നൊരു സഭയിലോ ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. നാം എല്ലാവരും പേർഷ്യയിൽ നിന്ന് ഭരിക്കപ്പെടുന്ന മെത്രാന്മാരുടെ കീഴിലായിരുന്നു, കൽദായ സഭയുടെ കീഴിലായിരുന്നു. വിദേശികളായിരുന്നു അവര്. അങ്കമാലി കേന്ദ്രീകരിച്ച്, നമ്മുടെ മഹാ ഇടവകയാണ് അങ്കമാലി. നമ്മുടെ പൂർവികർ അങ്കമാലി ഇടവക്കാരാ. ആ കിഴക്കേ പള്ളി കേന്ദ്രീകരിച്ച് മാർ എബ്രാഹം എന്നൊരു മെത്രാന ഉണ്ടായ. അദ്ദേഹം വിദേശിയായതുകൊണ്ട് പണപരമായ കാര്യം, ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ ഒരു ആർച്ച് ഡീക്കൻ ഉണ്ടായിരുന്നു. ആ ആർച്ച് ഡീക്കൻ, അദ്ദേഹം തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആർച്ച് ഡീക്കൻ, അദ്ദേഹം ആർച്ച് ഡീക്കനായി. അബ്രാഹം മെത്രാപോലിത്തയായി ഇവിടെ ഭരിക്കുകയാണ്. അപ്പം നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് തദ്ദേശീയരായ മെത്രാന്മാരെ കിട്ടണമെന്നൊരാഗ്രഹമുണ്ട്. ആ സമയത്താണ് ലത്തീൻ മെനേസിസ് എന്ന് പറയുന്ന ഒരു മെത്രാനൊക്കെ ഇവിടെ വന്ന് നമ്മളെ ഭരിച്ചപ്പോൾ അവർ ഭരിക്കാൻ കാരണം എന്താ? നമ്മുടെ കൽദായ സഭയിൽ പെണ്ണുങ്ങളായിട്ട് കുഞ്ഞു ജനിച്ച കൊല്ലുക, താഴ്ന്ന ജാതിക്കാരെ പള്ളി കയറ്റാതിരിക്കുക, അവർക്ക് വേണ്ടി പ്രത്യേക പള്ളി പണിയുക, പുലയ പള്ളി. ഇപ്പം അതിരമ്പുഴ ചെന്നാൽ 2 പള്ളികളാണ്. അതിൻ്റെ ചരിത്രം അന്വേഷിച്ചാൽ അറിയാം. ഒരു പള്ളി ഇങ്ങേഴ്സ്, മറ്റേ പള്ളി മറ്റോടത്ത്. ഒരു ജാതിക്കാർക്ക് അവിടെ കയറാം, ഒരു കൂട്ടർക്ക് ഇവിടെ കയറാം. പിന്നെ നാള് നോക്കുക, ശിശുക്കളെ കല്യാണം കഴിപ്പിക്കുക,
പോളിഗാമി, കുറെ ഭാര്യമാരെ കെട്ടുക, ഇങ്ങനെയുള്ള ദുരാചാരം, ഹൈന്ദവമായ എല്ലാ ദുരാചാരവും സുറിയാനിക്കാരുടെ ഇടയിലുണ്ടായി. ഇത് പുറത്തുനിന്ന് വന്ന മെത്രാത്തിന് അത് ഇഷ്ടായില്ല. അവര് നമ്മുടെ സഭയെ നവീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഉദയം പേരൂർ സൂനകദോസ് വിളിച്ചു കൂട്ടുന്നത്. അത് ആ സൂനകദോസിലെ തീരുമാനം ഇതൊക്കെ അബോളിഷ് ചെയ്തു. ഏതൊരു താഴ്ന്ന ജാതിക്കാരനും ഉയർന്ന ജാതിക്കാരനും ഇവിടെ പള്ളിയിലിരിക്കാനുള്ള അവകാശം കൊടുത്തു. പെൺകുട്ടികളെ വിൽക്കുന്നത് നിർത്തി, വ്യഭിചാരം പുണ്യമായിട്ട് കണക്കാക്കി നിർത്തി, ബഹുഭാര്യത്വം നിർത്തി, വൈദികർ കല്യാണം കഴിക്കും നിർത്തി. അങ്ങനെ വിപ്ലവകരമായ തീരുമാനങ്ങൾ ആ സൂനകദോസ് എടുത്തു. അതിൽ ഒരു വിഭാഗം സുറിയാനിക്കാർക്ക് അത് ഇഷ്ടായില്ല. അവര് പുറത്തേക്കൊക്കെ എഴുതിക്കൊണ്ടിരുന്നു, ഞങ്ങളെ ഭരിക്കാൻ വേറെ ആരെങ്കിലുമൊക്കെ വരണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വാർത്ത കേട്ടത്. അഹത്തള്ള എന്ന് പറഞ്ഞിട്ട് ഒരു ബാബിലോണിന്നോ കൽദായ ദേശത്തു നിന്നുള്ളൊരു മെത്രാപ്പോലീത്ത് ഇവിടെ വരുന്നുണ്ട്, കപ്പലിൽ വരുന്നുണ്ടെന്ന് ഒരു വാർത്ത കേൾക്കാണ്. ഉടനെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇവിടെയുള്ള അങ്കമാലിക്കാരെല്ലാം കൂടി, ആർച്ച് ഡീക്കന്റെ നേതൃത്വത്തിൽ എല്ലാം കൂടി നമ്മുടെ മട്ടാഞ്ചേരി ചെന്ന് നിൽക്കാണ് കപ്പലിറക്കാൻ. അപ്പോൾ അവിടെ ഒരു കിംവദന്തി, ഗോസിപ്പ് ഇറക്കാണ് ചിലര്. ഈ അഹത്തള്ള എന്ന് പറഞ്ഞ മെത്രാപ്പോലീത്തനെ പോർച്ചുഗീസുകാര് ഇവിടെ കയറ്റാതെ അവിടെ കെട്ടിത്താത്തി കൊന്നു, കൊച്ചിക്കായലിൽ മുക്കി കൊന്നു. ഒരു നുണ. ആ നുണ കേട്ട ഉടനെ, കാള പെറ്റു എന്ന് കേട്ട ഉടനെ കയറെടുത്ത നമ്മുടെ സുറിയാനി കാർന്നവന്മാര് നേരെ മട്ടാഞ്ചേരി ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ ഒരു കുരിശുമ, പള്ളിയുടെ മുമ്പിലിരിക്കുന്ന കുരിശുമ വടം കെട്ടി, 2 വടം കെട്ടി. കുരിശുമത്തോട്ട് സത്യം ചെയ്യാനാ, കുരിശുമ തൊടാൻ പറ്റില്ല, കാരണം എല്ലാവരും നിൽക്കാല്ലേ. അതുകൊണ്ട് കയറ് കെട്ടിയിട്ട് ആ കയറുമ പിടിച്ച് സത്യം ചെയ്തു, ഇനി മുതൽ ഞങ്ങൾ സാമ്പാളൂർ പാതിരിമാർക്ക് കീഴടങ്ങുകയില്ല. അന്ന് നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നത് സാമ്പാളൂരിൽ നിന്നാണ്. നമുക്കറിയാം, ചാലക്കുടി ഭാഗത്തുള്ള സ്ഥലമാണ് സാമ്പാളൂർ. അവിടെയായിരുന്നു ഈശോ സഭയുടെ ആസ്ഥാനം. ഈശോ സഭക്കാരെ വൈദികരെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ചില കത്തോലിക്ക സഭയിൽ തെറ്റിപ്പോയവർ പറയുകയാണ്, ഞങ്ങൾ റോമിലെ മാർപ്പാപ്പയ്ക്ക് കീഴടങ്ങില്ല എന്ന് അന്ന് പ്രതിജ്ഞ എടുത്തു. അത് വെറും നുണയാണ്. അങ്ങനെ ഒരു പ്രതിജ്ഞ അവിടെ എടുത്തിട്ടില്ല. ഞങ്ങൾ സാമ്പാളൂർ പാതിരിമാർക്ക് കീഴടങ്ങില്ല എന്ന് അവർ പ്രതിജ്ഞ എടുത്തു. അങ്ങനെ ഒരു വിഭാഗം പേര് നേരെ നമ്മുടെ എടപ്പള്ളി പള്ളിയിൽ മീറ്റിംഗ് കൂടി. അതിനുശേഷം നമ്മുടെ രൂപതയിലുള്ള ആലങ്ങാട് പള്ളിയിൽ വീണ്ടും ഒരു മീറ്റിംഗ് വെച്ചു. ആ മീറ്റിങ്ങിൽ ഒരു അബദ്ധം നമ്മുടെ സഭയ്ക്ക് പറ്റി, സിറിയാനി സഭയ്ക്ക്. ആ മീറ്റിങ്ങിൽ തീവ്രതയോടുകൂടിയിരുന്ന 12 അച്ഛന്മാര് കൂടിയിട്ട് ഈ തോമസ് ആർച്ച് ഡീക്കനെ തലയെ കൈവച്ച് മെത്രാനാക്കി. നമ്മുടെ ആലങ്ങാട് പള്ളിയിൽ ആർച്ച് ഡീക്കനായിരുന്ന ഒരാളെ അച്ഛന്മാര് കൂടിയിട്ട് അച്ഛന്മാര് കവിച്ച മെത്രാനാവില്ല ആരും. മെത്രാന്മാര് കവിക്കണം മെത്രാനാവണമെങ്കിൽ. നമുക്ക് പറ്റിയൊരു മണ്ടത്തരം അബദ്ധവുമായിരുന്നു. അങ്ങനെ എല്ലാ 12 പേര് കൂടി ഒരാളെ മെത്രാനാക്കി. അങ്ങേര് കരുതി ഞാൻ മെത്രാനാന്ന് കരുതി ഒരു തൊപ്പിയും മേടിച്ച്, ഒരു വടിയും മേടിച്ച്, ഒരു കസേരമ കയറി ഇരിക്കാൻ തുടങ്ങി. ഞാൻ മെത്രാനാന്ന് സ്വയം ധരിച്ചു. പട്ടമില്ലാത്ത മെത്രാൻ. അദ്ദേഹം സ്വീകരിച്ച പേരാണ് 1-ാം മാർത്തോമ. ഈ 1-ാം മാർത്തോമ പേര് സ്വീകരിച്ചവരുടെ കൂടെ കൂടിയവരെ പുത്തൻകൂറ്റുകാർ എന്ന് വിളിച്ചു. പുത്തൻകൂറ്റുകാര്, ഇന്നത്തെ യാക്കോബായ വിഭാഗം. ഇപ്പോഴും നമ്മൾ വിളിക്കുന്നവരെ പുത്തൻകൂറുകാര്, പുതിയ കൂറ് സ്വീകരിച്ചവർ. അപ്പൊ ഈ പഴയ കൂറിൽ നിന്നവരാരാ? അന്ന് മാർപ്പാപ്പയുടെ കീഴിൽ നിന്ന സുറിയാനിക്കാര് പഴയ കൂറ്റുകാരെന്നറിയപ്പെട്ടു. പുത്തൻകൂറ്റുകാർക്ക് അറിയാം അവരുടെ മെത്രാപ്പോലീത്തയ്ക്ക് പട്ടമില്ല, അത് അദ്ദേഹത്തിനും അറിയാം. അങ്ങനെ അദ്ദേഹം 10-12 കൊല്ലം പട്ടമില്ലാത്ത മെത്രാനായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്താണ് ഇതെല്ലാം കേട്ടറിഞ്ഞ്, കലക്കവെള്ളമാണ്, നമ്മുടെ സഭയിലെ ആകെ പ്രശ്നമാണ്. ഉടനെ അന്ത്യോക്യെന്നൊരു മെത്രാൻ ഇങ്ങോട്ട് വരികയാണ്. എഴുന്നള്ളി എന്നാ പറയണത്. അന്ത്യോക്യ എന്നുള്ള ആ എഴുന്നള്ളത്ത് കഴിഞ്ഞോടുകൂടി ആരാ എഴുന്നള്ളിയത്? അബ്ദുൾ ജലീൽ പാത്രിയാർക്കീസ് എന്ന് പറയാൻ പറവൂര് വന്നു. അദ്ദേഹം ഈ മാർത്തോമേനെ വിളിച്ച്, പട്ടമൊന്നും ഇല്ലല്ലോ, ഞാൻ പട്ടം തന്നേക്കാം. അദ്ദേഹത്തിന് സന്തോഷമായി. അങ്ങനെ 1-ാം മാർത്തോമ കത്തോലിക്ക സഭയിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരാളുടെ പട്ടം സ്വീകരിച്ച് ഇവിടെ ഭരണം തുടങ്ങി. 1-ാം മാർത്തോമ എന്ന പേരിൽ കത്തോലിക്ക സഭ വിഭജിക്കപ്പെട്ടു. പത്രോസിന്റെ പരമാധികാരത്തിന് കീഴിൽ നിന്ന് നാം എല്ലാം 2ആയിട്ട് പിരിഞ്ഞു. പള്ളി പിടുത്തങ്ങളുണ്ടായി. ചില പള്ളി അവർക്ക് കിട്ടി, ചില പള്ളി നമുക്ക് കിട്ടി.
അങ്ങനെ ഒന്നാം മാർത്തോമ കഴിഞ്ഞ് രണ്ടാം മാർത്തോമ, 6 മാർത്തോമ, അതിൽ പല മാർത്തോമമാരും റോമിലേക്ക് മാർപ്പാപ്പയോട് അപേക്ഷ വെച്ചു, ഞങ്ങൾ ഇങ്ങോട്ട് ചേരാൻ തയ്യാറാണ്, തിരിച്ചു വന്നോളാം, അതിനുള്ള അർഹത ചെയ്യണം. അവരുടെ എഴുതിയ എഴുത്തുമായിട്ട് 5-ാം മാർത്തോമ, 6-ാം മാർത്തോമ അദ്ദേഹം എഴുതി തന്ന എഴുത്തുമായിട്ട് നമ്മുടെ കരിയാറ്റി മെത്രാപ്പോലീത്ത റോമിൽ പോയി മാർപ്പാപ്പയെ കാണാൻ. അവരെ തിരിച്ചെടുക്കാനുള്ള അനുവാദം മേടിച്ച് അദ്ദേഹം ഗോവയിൽ വന്നു. ഗോവക്കാര് പോർച്ചുഗീസുകാർ അദ്ദേഹത്തെ അവിടെ കൊന്നുകളഞ്ഞു എന്നാ പറയുക. അദ്ദേഹം അവിടെ കിടന്ന് മരിച്ചു. അന്നാ മരണം നടക്കാതിരുന്നെങ്കിൽ ഇന്ന് യാക്കോബായ സഭ ഇവിടെ ഉണ്ടാവില്ല, ഓർത്തഡോക്സ് സഭ ഉണ്ടാവില്ല. സൂറിയാനിക്കാർ ഒറ്റക്കെട്ടായിട്ട് നിന്നേനെ. ചരിത്രത്തിൽ നടന്ന ആ ദുരന്തം അന്ന് നടന്നു. നമുക്കൊരു ഗതികേടുണ്ടായി. അങ്ങനെ സഭ ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഇന്ന് കഴിഞ്ഞ ദിവസം നിങ്ങൾ ചോദിച്ചില്ലേ, ഏത് സഭയാ ക്രിസ്തു സ്ഥാപിച്ചത്? ക്രിസ്തുവിന്റെ സഭ ഏതാ? അതിനെപ്പറ്റി നമുക്ക് ആകെ പറയാൻ ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യനിർമ്മിതമായ 1000കണക്കിന് സഭകളുണ്ട്. പക്ഷെ ക്രിസ്തു സ്ഥാപിച്ച ഒരു സഭയേ ഉള്ളൂ. എന്താണ് ആ സഭയുടെ പേര്? പഴയ നിയമത്തിൽ യേശയ്യായുടെ പുസ്തകം 56-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയും. 56-ാം അധ്യായം 7-ാമത്തെ വാക്യം, എന്റെ ഭവനം സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം എന്നറിയപ്പെടും. കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് ഞാൻ വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണ് കേൾക്കാത്തവർക്ക് വേണ്ടി. എന്റെ ഭവനം സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം എന്നറിയപ്പെടും. എന്റെ ഭവനത്തിന്റെ പേര് സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം. അത് നമ്മുടെ കർത്താവ് അത് തന്നെ ആവർത്തിച്ചു. ജെറൂസലേം ദേവാലയം ശുദ്ധീകരിച്ചിട്ട് കർത്താവ് പറഞ്ഞു, എന്റെ ഭവനം സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം എന്നറിയപ്പെടും. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ ഭവനത്തിന്റെ പേര് സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം എന്നാണ്. ആ സകല ജനങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഗ്രീക്ക് വാക്കാണ് കത്തോലിക്ക. അതിൻ്റെ ഗ്രീക്ക് വാക്കാണത്. സകല ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥനാലയം കത്തോലിക്ക എന്നറിയപ്പെടും. അപ്പൊ കത്തോലിക്ക സഭ ആര് കൊടുത്ത പേരാ അത്? ശരിക്കും ദൈവം നിശ്ചയിച്ച യേശുവിലൂടെ വെളിപ്പെട്ട പേരാ അത്, കത്തോലിക്ക എന്നത്. സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള ക്രിസ്തു സ്ഥാപിച്ച ഏകസഭ അത് കത്തോലിക്ക തിരുസഭയാണ്. അതിൻ്റെ പേര് അങ്ങനെയായിരിക്കും. എന്റെ ഭവനം സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അതിനെ വിളിക്കേണ്ടത് അങ്ങനെയാണ്. അതുകൊണ്ട് നാം കത്തോലിക്ക സഭയുടെ ഭാഗമാവുന്നു. ഇന്ന് യാക്കോബായ സഭക്കാരും ഓർത്തഡോക്സുകാരും മാർത്തോമാക്കാരും എല്ലാം എണീറ്റെന്ന് വിശ്വാസ പ്രമാണം ചെല്ലും. അവർ ചെല്ലുന്നത് എന്താണെന്നോ? ഏക സഭയിലും ഏകവും വിശുദ്ധവും ശ്ലൈഹികവും കാതോലികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവരും പറയുന്നുണ്ട് ഞങ്ങൾ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു. പക്ഷെ അതിന് വേറെ അർത്ഥം കൊടുക്കുന്നവരെന്നേ ഉള്ളൂ. പഴയ വിശ്വാസ പ്രമാണം ഒന്നാണ്, അത് മാറ്റാൻ പറ്റില്ല. കാരണം ക്രിസ്തു സഭ സ്ഥാപിച്ചിട്ടുണ്ട്. ക്രിസ്തു ഒരു സഭയെ സ്ഥാപിച്ചിട്ടുള്ളൂ. പക്ഷെ തൻ്റെ സഭ പിളരുമെന്നും പലതായി പിരിയാനുള്ള സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരധ്യായം മുഴുവൻ, പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കാൻ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥന മുഴുവൻ സഭകൾ പിളരാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു ചാപ്റ്റർ മുഴുവൻ കർത്താവ് പ്രാർത്ഥിച്ചിരിക്കുന്നത് ബൈബിളിലുണ്ട്, സഭ പിളരാതിരിക്കാൻ. പക്ഷേ പിളർന്ന് അനിവാര്യമായ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാം ചിന്തിച്ചോണം, എല്ലാ സഭകളുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്, സ്നേഹബന്ധമുണ്ട്. അവരെ സംയോജിപ്പിക്കാൻ നമ്മൾ ശ്രമങ്ങൾ നടത്തുന്നു. ഇപ്പോഴത്തെ മാർപ്പാപ്പ തുർക്കിയിലേക്ക് പോകുന്നു, അവിടുത്തെ പാത്രിയാർക്കീസിനെ കാണുന്നു. നമ്മളും എല്ലാവരുമായിട്ട് സഹകരിക്കണം. പക്ഷെ ഓർത്തിരുന്നു കൊള്ളണം, കത്തോലിക്ക വിശ്വാസം എന്നത് അമൂല്യമാണ്. അത് തള്ളിക്കളഞ്ഞ് നിങ്ങൾ പ്രണയത്തിലോ വിവാഹ ജീവിതത്തിലേക്ക് എടുത്തു ചാടരുത്. നഷ്ടപ്പെടുന്നത് യേശു സ്ഥാപിച്ച സഭയിൽ അംഗത്വമാണ്. യേശു സ്ഥാപിച്ച സഭ അതിലുണ്ടായ നാം കത്തോലിക്കർ, അത് നമ്മുടെ ഭാഗ്യമാണ്. നാം ജനിച്ചത് അതിലാണ്. കാരണം ദൈവം തന്നൊരു ഗിഫ്റ്റാണത്. ആ ഗിഫ്റ്റ് നിസ്സാരമായിട്ട് കാണരുത്.
തള്ളിക്കളയരുത്. ഈശോ സ്ഥാപിച്ച സഭയിലെ അംഗമാകാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കുന്നു. അതൊരു ഭാഗ്യമാണ്, നിസ്സാരമായിട്ട് കാണരുത് ഭാവിയില്. അതുകൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ അതുകൊണ്ട് എന്താ ഗുണം? കത്തോലിക്ക സഭയിലായാല് നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്. പത്രോസ് നീ പാറയാണ്, യു ആർ ദ റോക്ക്, അപ്പോൺ ദിസ് റോക്ക് പത്രോസ് ആകുന്ന പാറമേൽ ഞാൻ എന്റെ പള്ളി പണിയും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരും. നീ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടിയിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിച്ചിരിക്കും. ബന്ധിക്കാനും മോചിക്കാനുമുള്ള അധികാരമുള്ള സഭയിലാണ് നാം. ആ ആശ്വാസം ഉറപ്പും നമുക്കുണ്ട്. ബൈബിൾ തരുന്ന ഉറപ്പ്, ഈശോ തരുന്ന ഉറപ്പ്, സത്യവിശ്വാസത്തിലാണെന്നുള്ള ഉറപ്പ്, തിരുസഭയിലാണെന്ന ബോധ്യം അത് കളഞ്ഞേക്കരുത്. ഭാവിയില് നിസ്സാരമായിട്ട് എടുത്തേക്കരുത്. അതാ കത്തോലിക്കരായിരുന്ന ഗുണം. ബാക്കി എന്താ ഗുണമെന്ന് ഞാൻ പറയാൻ ആളല്ല, അത് ദൈവം നോക്കട്ടെ. പക്ഷെ നമ്മുടെ സഭയുടെ യുണീക്ക്നെസ്, ഐഡന്റിറ്റി, തനിമ, സ്പെഷ്യാലിറ്റി, അതിനെപ്പറ്റി നമുക്കൊരു അവയർനെസ് വേണം. അതിനത് പറഞ്ഞു. പള്ളിക്കൂദാശ കാലമാണ്. ഇനി അടുത്ത 5 എല്ലാ ആഴ്ചയിലും സഭയെ പറ്റിയിട്ടായിരിക്കും നാം ധ്യാനിക്കുന്നത്. തിരുസഭയിൽ അംഗമാകാൻ അനുവാദം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ കുർബാന നമുക്ക് അർപ്പിക്കാം.